കഥയുടെ തുടക്കത്തിൽ ടാസ്മാനിയ എന്ന് പറഞ്ഞ വലിയൊരു നഗരം, അവിടെ വലിയൊരു അപകടം സംഭവിക്കുകയാണ്. അവിടെയുള്ള ആർമി എന്തോ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം ചെയ്യുന്നതും അതിലെന്തോ ഒരു ആപത്ത് സംഭവിച്ച് വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കുന്നു. അവർ കണ്ടുപിടിച്ചത് വേറെ ഒന്നുമല്ല, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധം. അതാണ് അവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ അതിലെന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടാണ് അവിടെ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചത്. പക്ഷേ ഇതൊരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെയൊന്നല്ല. ഒരു ബോംബോ ആണവായുധമോ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആ ഒരു നഗരം മുഴുവനായിട്ടും ഇല്ലാണ്ടാവും. പക്ഷേ ഇതാണെങ്കിലോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അതിലൂടെ പാസ്സായി പോയത്. ഇപ്പൊ ഈ ഒരു തരംഗം കാരണം ആ നഗരത്തിലുള്ള ഒരുപാട് പേരും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ്, അത് നിമിഷ നേരം കൊണ്ട്. പക്ഷെ മറ്റ് ബിൽഡിങ്ങുകൾക്കോ കാറുകൾക്കോ ഒന്നും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിക്കാതെ മനുഷ്യനെ മാത്രം അതില്ലാണ്ടാക്കി. അതിനെ ക്ലീൻ കില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു വലിയ തീപിടുത്തമില്ല, പൊട്ടിത്തെറിയില്ല, രക്തം ഛർദ്ദിച്ചാരും മരിക്കുന്നില്ല. പകരം എല്ലാവരുടെയും തലച്ചോറിലാണ് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോട്ടിൽ അവരവിടെ വെച്ച് മരിക്കും. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നതും അതേ നഗരം തന്നെയാണ്. റോഡ് സൈഡിൽ കിടക്കുന്ന കാറുകളും ആളില്ലാത്ത നഗര വീതികളും അതിന് നടുവിലൂടെ പോകുന്ന മിലിറ്ററി വാഹനങ്ങളും. ഇപ്പൊ അത് കഴിഞ്ഞ് ഒരു കൂട്ടം ബസ്സുകൾ റോഡിലൂടെ പോകുന്നുണ്ട്. അതിലൊരു ബസ്സിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായുള്ള യവയുള്ളത്. അവളെ കാണിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമമുള്ളതുപോലെ. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവളുടെ ഭർത്താവ് ഈ ആർമിയിലെ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ടാസ്മാനിയ എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിലാണ് അവൻ അവസാനമായിട്ട് ജോലി ചെയ്തത്. അതുമല്ല, ഇവിടെ സംഭവിച്ച ആ ഒരു അപകടത്തിൽ അവൻ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് അവളുടെ ഉള്ളിലെ ആ ഒരു വിഷമം നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അവളെ പൊട്ടിക്കരയുന്നൊന്നുമില്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ തന്നെയാണ്. ഇപ്പൊ ഇവരെല്ലാവരും ഈ ബസ്സിൽ ടാസ്മാനിയ എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നഗരത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ശരീരങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ വാലണ്ടിയർ ആയിട്ട് കുറച്ച് ആളുകളെ നിയമിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രോഗ്രാം പോലെ, അതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഇപ്പൊ അതുപോലൊരു വാലണ്ടിയർ ആയിട്ടാണ് നമ്മുടെ ഏവയും ഈ കൂട്ടത്തില് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടേക്ക് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. തന്റെ ഭർത്താവിന്റെ ശരീരം കണ്ടുകിട്ടുവാണെങ്കിൽ അത് അവിടെ നിന്ന് അവൾക്ക് കൊണ്ടുപോകണം. അതും അവളുടെ ഉദ്ദേശമാണ്. കാരണം വേറൊന്നുമല്ല, മറ്റു നാടുകളിൽ നിന്നും ആരെയും ഈ നഗരത്തിലേക്ക് കയറ്റത്തില്ല. അതുകൊണ്ട് ഇതല്ലാതെ വേറൊരു വഴിയില്ല. വാലണ്ടിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഈ നഗരത്തിലേക്ക് ഈസി ആയിട്ട് കയറാൻ കഴിയും. അങ്ങനെ പല നാടുകളിൽ നിന്നും വാലണ്ടിയർ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും ഈ ജോലി ചെയ്യുന്നതിന് മുന്നേയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ കേട്ടതിൽ പല കാര്യങ്ങളും ശരിയാണ്. ഇവിടെ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ശരീരങ്ങൾ ചെറിയ രീതിയിൽ അനങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ അവർ അനങ്ങുന്നുണ്ടെങ്കിലും അവർക്കൊരിക്കലും ജീവനില്ല. ഒരുപക്ഷെ അതുപോലെ ഏതെങ്കിലും ഒരു ശരീരം അനങ്ങുന്നത് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാല് അതിന്റെ തലയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ മരിക്കും. അതിനുശേഷം ഈ ശരീരം സേഫായിട്ട് കുഴിച്ചിടണം എന്നിവർ പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഏവ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും അവർ ഐക്കൗണ്ടായിട്ട് നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്തോ സത്യം മറയ്ക്കുന്നത് പോലെയാണ് ഹീറോയിന് മനസ്സിലാവുന്നത്. അപ്പൊ അതെങ്ങനെ മനസ്സിലായെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അവൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ മിലിറ്ററി ഓഫീസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകാൻ കഴിയത്തില്ല, രണ്ടുപേരടങ്ങുന്ന ഓരോ ടീമായിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവയോടൊപ്പം മറ്റൊരു സ്ത്രീയുണ്ട്. അങ്ങനെ ഇവർ ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ വേറെ എന്തോ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എല്ലാവരും ആ ഒരു നഗരത്തിലേക്ക് ഈ ബസ്സിൽ വന്നിറങ്ങിയതിനു ശേഷം എന്നിട്ട് ഓരോ വീടുകളിലായിട്ട് ഈ രണ്ടുപേരടങ്ങുന്ന ടീമുണ്ടല്ലോ അവർ നടന്നു പോകുന്നു. അപ്പോൾ ഒരു വീടിനകത്തേക്ക് നമ്മുടെ ഇവ കയറി പോകുമ്പോഴത്തേക്കും വീടും കാര്യങ്ങളെല്ലാം നോർമലായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ അതിനകത്തുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കാൻ വെച്ചിരിക്കുന്നത് പോലെ. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ആ വീടിന്റെ പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അവിടെ മരിച്ചു കിടക്കുന്നു. എന്നിട്ട് ഇവരെന്താണ് ചെയ്യേണ്ടത്, ആ ബോഡിയെല്ലാം കളക്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവരുടെ പേരും വിവരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതും ആ ശരീരത്തിൽ ടാഗ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇവർ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ശരീരങ്ങളെല്ലാം വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവയോടൊപ്പം പോയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഇതിനോട് താല്പര്യമില്ലാന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഓടിപ്പോവാണ്. കൂടാതെ ഹീറോയിന്റെ എതിർവശത്ത് മറ്റൊരു വീടുണ്ട്. അവിടെയും കയറിയ രണ്ടുപേരിൽ ഒരാള് ഇതുപോലെ തന്നെ താല്പര്യമില്ലാന്നും പറഞ്ഞ് പോകുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള ഒരുത്തനും നമ്മുടെ ഹീറോയിന് ഇപ്പോൾ ജോഡിയായിട്ട് ആളില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അവന്റെ പേര് ക്ലേ എന്നാണ്. അങ്ങനെ ക്ലേയും ഇവയാണ് അടുത്തത് ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും മറ്റൊരു വീടിനകത്തേക്ക് കയറുന്നതും ആദ്യം തന്നെ ക്ലേ വന്നിട്ട് അവിടെയുള്ള ആ ഒരു ശരീരത്തിന് അനക്കമുണ്ടോ ഇല്ലേ എന്ന് നോക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ചുറ്റിയലുണ്ട് അതിന്റെ തലയിൽ അടിക്കാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അനക്കമില്ല. അതുകൊണ്ട് രണ്ടുപേരും ആ ഒരു ശരീരം എടുത്ത് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ ഈ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മീനുകൾ വരെ ചത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വീട്ടിൽ കയറിയിട്ടും അവിടെയുള്ള ഓരോ ശരീരങ്ങളായിട്ട് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വീടിനകത്ത് കയറുമ്പോഴാണ് അതിനകത്ത് നല്ല ശരീരമുള്ള ഒരു സ്ത്രീ കിടക്കുന്നു. അവരുടെ ശരീരം വെളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വലിയൊരു തുണിയിൽ വെച്ച് കിടത്തിയിട്ട് അവരുടെ ശരീരം വലിച്ചെടുത്തിട്ട് പോകുന്നതും ഇപ്പൊ ആ ഒരു തുണി കീറിപ്പോവും. അതുമല്ല, വീട്ടിൽ നോക്കുമ്പോഴാണ് അവരും കല്യാണം കഴിച്ചൊരു സ്ത്രീയായിരുന്നു. ഇത് കാണുമ്പോഴാണ് ഇവയ്ക്ക് അവളുടെ ഭർത്താവിനെ പറ്റിയും അവളുടെ കല്യാണ ദിവസം സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ ഇതിനെ പറ്റിയെല്ലാം ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് കഴിഞ്ഞ്
ഇവരെല്ലാവരും ഈ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയത്താണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഇതുപോലെ ശരീരം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ചിലരുടെ ശരീരം അനക്കം സംഭവിച്ചതുപോലെയും ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ നമ്മുടെ യവയും ക്ലെയും ഇതുവരെയും അനക്കം സംഭവിച്ചൊരു ശരീരം ഇതുവരെ കണ്ടിട്ടില്ല. അതേസമയം തന്നെ ഒരു വണ്ടിയുടെ പിറകില് ഒരു സ്ത്രീ വേറൊരു ശരീരം നോക്കി ഇങ്ങനെ കരയുന്നു. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യവയും ക്ലെയും ഒരു ഷോപ്പിംഗ് സെന്ററിലേക്കാണ് പോകുന്നത്. ഇപ്പൊ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഹീറോയിന് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. എന്താന്ന് വെച്ചാല് ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിയെ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊരിക്കലും സാധിച്ചിരുന്നില്ല. പലതവണയും അത് നെഗറ്റീവായി പോയി. അവളുടെ ഭർത്താവാണ് ആ സമയങ്ങളിലെല്ലാം അവളെ സമാധാനിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് അവിടെ നിന്നും ഇപ്പൊ മറ്റൊരു കാർ ഷെഡ് ഉണ്ട്. അതിനുള്ളിലേക്ക് ഇവർ രണ്ടുപേരും കയറി പോവാണ്. അങ്ങനെ കയറി പോകുമ്പോഴാണ് അവിടെ കാൽപ്പാടുകൾ കാണുന്നു. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, മരിച്ച ആരോ ഒരാൾ നടന്നു പോയിട്ടുണ്ട്. നോക്കുമ്പോ അവിടെ ജീവനോടെ ഒരാൾ നിൽക്കുന്നു. ഇപ്പൊ അയാൾ ആ ഒരു കാർ എന്തോ ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം അയാളുടെ ദേഹം മുഴുവനായിട്ടും ഓയിൽ വീണിട്ടുണ്ട്. അതേപോലെയാണ് അയാൾ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീവനോട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഇവരുടെ കയ്യിലുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു സ്മോക്കറാണ്. അത് കൊണ്ടുവന്നിട്ട് വെളിയിൽ ഓപ്പൺ ആക്കി വിടുന്നതും ഇത് കണ്ട മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം അവിടേക്ക് വന്നിട്ട് ആ ജീവനോടെയുള്ള ആളുണ്ടല്ലോ അയാളെ ഇവർ കൊല്ലും. അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ കയ്യിൽ ആ ഒരു സ്മോക്കർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നും കളക്ട് ചെയ്ത എല്ലാ ശരീരവും വലിയ വണ്ടികളിൽ കൊണ്ടുവന്നിട്ട് JCB ഉപയോഗിച്ച് വലിയ കുഴിയെല്ലാം എടുത്തിട്ട് അതിനകത്തേക്കിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് വലിയ രീതിയിൽ പുക വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അവിടെ ഒരു ദ്വീപാണുള്ളത്. ആ ദ്വീപിലാണ് എവയുടെ ഭർത്താവ് ഉള്ളത്. ഇപ്പൊ ആ സ്ഥലത്തേക്കാണ് നമ്മുടെ എവയ്ക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു മാപ്പ് ഉണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവരുള്ള ഈ സ്ഥലത്ത് നിന്നും 200 മൈൽ ദൂരെയാണ് ആ ഒരു ദ്വീപ് തന്നെ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും താൻ താമസിക്കുന്ന ആ ഒരു റൂമിൽ നിന്നും ഹീറോയിൻ ഇപ്പൊ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഈവ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കൊരു ഓഫീസർ എവയെ കണ്ടിട്ട് അല്ല നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എവ പറയും ഇല്ല ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് പോവാണെന്നും പറഞ്ഞ് അവള് നേരെ വരുന്നത് ഇതുപോലെ ഈ ജോലി ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ള വാലന്റിയേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാവരും പാർട്ടി ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ എവ വരുന്നത്. അങ്ങനെ അവിടെ വരുമ്പോൾ തന്നെ ക്ലേ എന്ന് പറഞ്ഞ അവൻ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ അടുത്തേക്ക് അവൾ ചെന്നിരിക്കുമ്പോൾ അവൾക്ക് കുടിയായിട്ട് മദ്യമെല്ലാം ഒഴിച്ചു കൊടുക്കും. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ യവ അവനോട് തന്റെ ഭർത്താവിനെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. മിലിറ്ററിക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് ബേസിലേക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ ദ്വീപിലാണ് അവനുള്ളത്. ഇവിടെ നിന്നും 200 മൈൽ ദൂരെയാണ് അവനുള്ളത്. അവൻ മരിച്ചോ ഇല്ലയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് അവിടേക്ക് എനിക്ക് പോകണം. അവന്റെ ശരീരം കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നത് എന്നെല്ലാം ഈവ ചെറിയ വിഷമത്തോടെ തന്നെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവയെ ഏതോ ഒരു വീടിനകത്ത് ഇവരെല്ലാവരും കയറി പോകുമ്പോഴത്തേക്കും അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആരൊരാൾ വരുന്നത് പോലെ അവളൊരു സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഹീറോയിൻ കണ്ണു തുറന്നിട്ട് ഇപ്പോ ഈ 200 മൈൽ ദൂരം ഇവർക്ക് യാത്ര ചെയ്യണമല്ലോ, എന്നാലേ ആ ഒരു ദ്വീപിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലേയും അവളോടൊപ്പം പോകാനായിട്ട് തയ്യാറായി. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടേക്ക് പെട്ടെന്ന് പോകാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചേ മതിയാവൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവർക്കൊരു ബൈക്ക് കിട്ടുന്നത്. ഇപ്പൊ അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ആ ഒരു വർക്ക്ഷോപ്പിലുള്ള ഒരുപാട് പേരും അവിടെ മരിച്ചു കിടക്കുന്നു. ഇപ്പൊ അതിൽ കാണിക്കുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണ് അവളുടെ കണ്ണ് അനക്കുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇവർക്ക് യഥാർത്ഥമായും ജീവനുള്ളതാണോ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ യവ ക്ലേക്ക് അവള് വരച്ച ആ ഒരു മാപ്പ് ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കും. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്നെല്ലാം അവനോട് പറയുമ്പോൾ അവന് പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇപ്പൊ പുറകെ പോകാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ പിറകില് നേരത്തെ കണ്ണനയ്ക്ക് ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പല്ലെല്ലാം ഒരു പ്രത്യേക രീതിയിൽ കടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ യവ അവനെ അവിടേക്ക് വിളിച്ചിട്ട് ദേ ഇത് നോക്കുന്നു പറഞ്ഞ് രണ്ടുപേരും ആ ഒരു വണ്ടിയും എടുത്ത് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ മുകളിലേക്ക് നോക്കുമ്പോൾ ഹെലികോപ്റ്റർ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നല്ല വേഗതയിൽ ഹൈവേ വഴി പോവാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ മിലിറ്ററി ഓഫീസേഴ്സ് ഇവരെ കാണോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. അതുമല്ല പോകുന്ന വഴിക്ക് കാറുകളെല്ലാം റോഡിൽ കിടപ്പുണ്ട്. കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അടിച്ചതുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ അവർ മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച് കിടക്കുന്നത്. കൂടാതെ റോഡിന്റെ വശങ്ങളിലാണെങ്കിലോ പശുക്കള് മറ്റു മൃഗങ്ങള് എല്ലാം ചത്തു കിടപ്പുണ്ട്. അങ്ങനെ ഇവർ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മുന്നിൽ ഒരു മിലിറ്ററി വണ്ടി ഇങ്ങനെ വരുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് ഓഫ് ചെയ്തിട്ട് വേറൊരു വണ്ടിയുടെ അടുത്ത് ഒളിച്ചു നിൽക്കും. അങ്ങനെ അവർ വരുന്ന വഴിക്കാണെങ്കിലോ ഇതുപോലെ മരിച്ചുപോയ ഒരു ശരീരം എഴുന്നേറ്റ് നടക്കുന്നു. അതിനൊരു കൈയില്ല. അപ്പൊ ഈ പട്ടാളക്കാരാണെങ്കിലോ അതിന്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്ത് അതിനെ കൊന്നിട്ട് അവർ മുന്നോട്ട് പോവാണ്. അങ്ങനെ പട്ടാളക്കാർ അവിടെ നിന്ന് പോകുന്നതും ഇവർ വണ്ടി എടുത്തിട്ട് വീണ്ടും കുറേ ദൂരെ യാത്ര ചെയ്ത് പോവാണ്. ഇപ്പൊ അങ്ങനെ പോയി അവസാനം നല്ല പുകയുള്ള ഒരു സ്ഥലം എത്തി. ഇപ്പൊ ഇതിനുള്ളിലേക്ക് ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാസ്ക് വേണം. അങ്ങനെ ഒരു ഷോപ്പിൽ നിന്നും മാസ്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇവർ ബൈക്കിൽ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പൊ കാണിക്കുമ്പോഴാണ് ഈ ഒരു പുകയ്ക്കുള്ള കാരണം. അത്രയും സ്ഥലങ്ങളിൽ തീ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ പുകയടിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നും പൊട്ടിത്തെറിയിൽ സംഭവിച്ചതല്ല. ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടല്ലോ, അത് വരുന്ന വഴിക്ക് ഗ്യാസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ തീപിടുത്തം സംഭവിച്ചത്. അങ്ങനെ കുറെ നേരത്തെ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഇവരിപ്പോ ഒരു ഷോപ്പിനകത്തേക്ക് കയറും. എന്നിട്ട് കുടിക്കാൻ വെള്ളമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. കൂടാതെ മുഖമെല്ലാം കഴുകണം. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ആ ഒരു പുകയെല്ലാം അടിച്ചിട്ട് മുഖമെല്ലാം കറുത്തിട്ടുണ്ട്. അപ്പോഴാണ് ക്ലേയുടെ ദേഹത്ത് മസിൽ എന്തോ പിടിച്ചിട്ടുണ്ട്. അവൻ എങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുന്നത് ഹീറോയും വന്നിട്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് മസാജ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ക്ലേ ചോദിക്കും, അല്ല നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതുപോലെ ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ബിൽഡിംഗ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് ക്ലേ ചെയ്യുന്നത്. ഇപ്പൊ ക്ലേയോട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കാരെങ്കിലും നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവന്റെ കയ്യില് ഭാര്യയും കുട്ടിയെല്ലാം ടാറ്റു ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ കുടുംബം തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ പിറകെ ഈ മരിച്ചു പോയവരിൽ ഒരാള് എഴുന്നേറ്റ് വരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെയാണ് അയാൾ വരുന്നത്. പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ പുറകിലൂടെ വന്ന് അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഇപ്പൊ ഇവരോട് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും ആരാ? ഇപ്പൊ ഇവരെന്തെങ്കിലും കള്ളം പറയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. ഹീറോയിൻ ഇപ്പോൾ സത്യങ്ങളെല്ലാം പറയാണ്. ഞങ്ങൾ ഇതുപോലെ ശരീരങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ യഥാർത്ഥ കാരണം അതല്ല, എന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണം. അതിന് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്റെ കൂടെയുള്ളത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന ആ ഒരു പട്ടാളക്കാരനാണെങ്കിലോ, ഓക്കെ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, പക്ഷേ ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇവിടേക്ക് ഒരിക്കലും വരാൻ പാടില്ല. എന്നാലും കുഴപ്പമില്ല, നീ എന്തായാലും ഈ റൂമിൽ നിൽക്ക്, ഞാൻ ഇവനെ കൊണ്ടൊരു സ്ഥലം വരെ പോയിട്ട് വരാം, ഒരു ചെറിയ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ മാത്രം ഒരു മുറിക്കകത്ത് അവർ പൂട്ടിയിടാണ്. എന്നിട്ട് ഹീറോ ഉണ്ടല്ലോ അവനെ വിളിച്ച് വെളിയിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഈ ഒരു കുട്ടികളുണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിനിടയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കെല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഭർത്താവ് ചോദിക്കുന്നത്, അല്ല നിനക്കെന്തോ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നല്ലോ, എന്താന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, അവളുടെ ഭർത്താവിന് അവളോടൊപ്പം കഴിയാനായിട്ട് താല്പര്യമില്ല, അതിനെപ്പറ്റി സംസാരിക്കാൻ അവൻ ഇപ്പോൾ ശ്രമിച്ചത്. അത് അവൾക്ക് മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. ഈ പട്ടാളക്കാരൻ പെട്ടെന്ന് തിരിച്ചു വരുന്നു. എന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, അല്ല നിന്റെ കൂടെ വന്നവൻ ആരാ? എന്തോ മൂത്രം ഒഴിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അവനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറെ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. ഓക്കെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് പോകേണ്ട ആ ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവാം. പക്ഷെ അതിനു മുന്നേ നീ എനിക്കൊരു സഹായം ചെയ്യണം. അവനെ പോലെ പാതി വഴിയിൽ നിന്നെ കളഞ്ഞിട്ട് ഞാൻ എന്തായാലും പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ എടുക്കണം, അതും എടുത്തിട്ട് ആ വഴിക്ക് പോവാം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിന് ആദ്യം കുറച്ച് സംശയമുണ്ട്. കാരണം ഇവനെ നേരത്തെ തന്നെ അറിയത്തില്ല. അതുകൊണ്ട് വിശ്വസിച്ച് പോണോ ഇല്ലയെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു വിവാഹ മോതിരമുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോഴത്തേക്കാണ് അവൻ എന്തായാലും കല്യാണം കഴിച്ചതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു വിശ്വാസത്തിൽ അവനോടൊപ്പം പോകുന്നത്. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ കയറിയിട്ട് അവന്റെ വണ്ടിയായിട്ട് അവളെയും കൊണ്ട് കുറേ ദൂരം പോവാണ്. ഇപ്പൊ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് രാത്രിയായി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ അവൾക്ക് ആ ഒരു 200 മൈൽ ദ്വീപുണ്ടല്ലോ, അവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി തന്നെയാണ്. അങ്ങനെ അവസാനം വണ്ടി വന്ന് നിൽക്കുന്നത് കാടിനുള്ളിലുള്ള ഒരു വീടിനടുത്തേക്ക്. നല്ല ഇരുട്ടുണ്ട്, വെളിച്ചമില്ല. അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുമ്പോൾ ഹീറോയും പറയും, അല്ല സാധനങ്ങൾ എടുക്കണമെന്നല്ലേ പറഞ്ഞു, അത് ഷോപ്പാണെന്നാണ് ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോൾ, ഷോപ്പായാലെന്താ വീടായാലെന്താ, നമുക്ക് എന്തായാലും സാധനം എടുത്താൽ മതിയല്ലോ ബാ എന്നും പറഞ്ഞിട്ട് അവളെ വിളിച്ച് അകത്തേക്ക് പോകുമ്പോൾ ഹീറോയിന് നല്ല പേടിയുണ്ട്. എന്നാലും അവൻ വിളിച്ചതാണല്ലോ, അതുകൊണ്ട് ആ ഒരു പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് അവനോടൊപ്പം അകത്തേക്ക് പോകുന്നതും അവനിപ്പോൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, ശരി കഴിക്കേ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പട്ടാളക്കാരൻ അവനെ പറ്റി പറയുന്നത്. അവന്റെ അച്ഛനും ഒരു പട്ടാളക്കാരനായിരുന്നതും അതുപോലെ അവന്റെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു, അതേപോലെ ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ആ കുഞ്ഞ് ജനിക്കാനായിട്ട് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഭാര്യ അവളുടെ സ്വന്തക്കാരെ കാണുമെന്ന് പറഞ്ഞ് ഈ ദ്വീപിനടുത്തേക്കുള്ള ഈ സ്ഥലത്തേക്ക് അവൾ വന്നത്. ഞാനാണെങ്കിലോ മിലിറ്ററി ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു ക്യാമ്പിലെ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ നാട്ടിൽ എന്തോ ഒരു അപകടം സംഭവിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കിയതും. പെട്ടെന്ന് തന്നെ ഒരു ഹെലികോപ്റ്റർ എടുത്ത് നേരെ ഇവിടേക്ക് വരുമായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും മരിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട് അവളുടെ സ്വന്തക്കാരുടെ വീടാണ്. എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ആ ഒരു അപകടം സംഭവിച്ചത്. അതുപോലെ അവൾ എപ്പോഴും ഈ വീടിന്റെ പിറകിലൊരു മരമുണ്ട്, അവിടേക്ക് പോയിരിക്കും. ആ മരത്തിന് താഴെ തന്നെയാണ് അവരുടെ എല്ലാവരുടെയും ശരീരവും ഞാൻ കുഴിച്ചിട്ടത്. അപ്പൊ ഇത്രയും സ്നേഹിച്ച തന്റെ ഭാര്യയെ അവൻ ആ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആകെ വിഷമിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല ഈ മരിച്ചുപോയവര് ജീവനോടെ തിരിച്ചു വരുമല്ലോ, അതുപോലെ നിങ്ങളുടെ ഭാര്യ തിരിച്ചു വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി അതേന്നോ ഇല്ലാന്നോ ഒരു മറുപടി പറയുന്നില്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി നമ്മൾ എപ്പോഴാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഉടനെ തന്നെ പോവാം എന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. എന്നിട്ടാണ് പെട്ടെന്ന് അവനൊരു കാര്യം ചോദിക്കുന്നത്. പോകുന്നതിന് മുന്നേ എനിക്ക് നിന്നിൽ നിന്നും ഒരു കാര്യം വേണമെന്ന് പറയുന്നതും എന്താണ് അവൻ ചോദിച്ചതെന്ന് നമുക്കറിയത്തില്ല. പിന്നീട് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവന്റെ ഭാര്യയുടെ ഡ്രസ്സ്, കമ്മല്, മാല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ധരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് അവള് റെഡി ആവുന്നുണ്ട്. കൂടാതെ അവനൊരു കല്യാണ മോതിരം കൊടുത്തിരുന്നു.
അതെടുത്ത് അവൾ ഇടത്തില്ല. അവളുടെ കയ്യിൽ ആൾറെഡി ഒരു കല്യാണ മോതിരം ഉണ്ടല്ലോ. അങ്ങനെ എല്ലാം എടുത്തിട്ടിട്ട് റെഡിയായിട്ട് അവൾ നിൽക്കുന്നതും ഇപ്പൊ ആ ഒരു പട്ടാളക്കാരൻ അകത്തേക്ക് കയറി വരുന്നു. എന്താണ് ഇവൻ ചോദിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. അവൻ ചോദിച്ചത് തന്നോടൊപ്പം കുറച്ചു നേരം ഡാൻസ് ചെയ്യാൻ കഴിയുമെന്നാണ്, അതും അവന്റെ ഭാര്യയെ പോലെ. അതിനു വേണ്ടിയിട്ടാണ് അവളെ ആ ഡ്രസ്സെല്ലാം എടുത്തിട്ടത്. എന്നിട്ട് ഇപ്പോൾ ഒരു ഡാൻസ് മാത്രമല്ലേ എന്ന് വിചാരിച്ച അവളും അവനോടൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ ഡാൻസ് കളിക്കുന്നില്ല. അവനാണ് ചെവിയിൽ ഹെഡ്സെറ്റ് എല്ലാം വെച്ചിട്ട് ആ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നത്. അവൾ വെറുതെ ഇങ്ങനെ നിന്നു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു പട്ടാളക്കാരൻ ഓക്കെ ദേ നീ ഈ ഒരു പാട്ട് കേൾക്കുന്നു പറഞ്ഞ് ആ ഒരു ഹെഡ്സെറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവളും അതെടുത്ത് വെച്ച് കേട്ടിട്ട് അവനോടൊപ്പം ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഭർത്താവുമായിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങള്, പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർമ്മയിൽ വരികയാണ്. അതേപോലെ ആ ഒരു പട്ടാളക്കാരനാണല്ലോ, അവനും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ട് അവനും പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നെയും നമ്മുടെ കുട്ടീനെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം അവൻ പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ഫ്ലാഷ് ബാക്കിൽ അവൾക്കിപ്പോ ഒരു കുട്ടിയുണ്ടായി, അവളുടെ വയറിലെ ഒരു കുഞ്ഞുണ്ട്. അത് കണ്ടിട്ട് അവളുടെ ഭർത്താവ് നല്ലതുപോലെ സന്തോഷിക്കുന്നത് പോലെ അവളുടെ വയറിൽ കെട്ടിപ്പിടിച്ചിട്ട് അവൻ അങ്ങനെ ഇരിക്കുന്നത് പോലെ അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പട്ടാളക്കാരനും അതുപോലെ വയറിൽ കൈവച്ച് അവളെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ആ ഒരു പട്ടാളക്കാരൻ ഇല്ല ഇതൊരിക്കലും ശരിയല്ല എന്ന് പറയുന്നതും എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഒരിക്കലും പ്രഗ്നന്റ് ആയിരുന്നില്ല, അതുപോലെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നവൾ ആലോചിച്ച് നോക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ പട്ടാളക്കാരനെ എന്താണ് പ്രശ്നമെന്നല്ലേ, എന്താണ് ശരിയായിട്ടില്ല എന്ന് അവൻ പറയാൻ കാരണം എന്ന് വെച്ചാല് അവൻ കൊടുത്ത അവന്റെ ഭാര്യയുടെ ആ ഒരു വിവാഹ മോതിരം അത് അവള് കയ്യിലിട്ടിരുന്നില്ല. ഇപ്പൊ അതെടുത്ത് കയ്യിലിടാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല എന്റെ കല്യാണം ആൾറെഡി കഴിഞ്ഞതാണ്, എന്റെ കയ്യിൽ ആൾറെഡി ഒരു മോതിരമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്ന ആ ഒരു മോതിരം എടുത്തിടാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പോൾ പാട്ടും കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളോടൊപ്പം ഞാൻ ഡാൻസ് കളിച്ചു, അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറയുമ്പോഴത്തേക്കും ആഹാ ഇവിടെയാണ് പ്രശ്നം. അവനിപ്പോ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുകയാണ് ഒരു സൈക്കോയെ പോലെ. ഇപ്പൊ അവന്റെ സംസാര രീതിയെല്ലാം മാറിയിട്ട് ഇതിടുന്നോ ഇല്ലയോ എന്ന് ദേഷ്യങ്ങനെ ചോദിക്കുന്നതും ഹീറോയിന് കാര്യം മനസ്സിലായി. പെട്ടെന്നൊരു ലൈറ്റ് എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, എന്നിട്ട് ഓടി വന്ന് അടുത്തുള്ള മറ്റൊരു റൂമിനകത്തേക്ക് കയറിയിട്ട് ഡോർ അങ്ങടയ്ക്കും. ആ റൂമിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നല്ല കനമുള്ള ഡോറാണ്, അതുകൊണ്ട് പെട്ടെന്ന് അത് തകർത്ത് ഉള്ളിലേക്ക് വരാൻ കഴിയത്തില്ല. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് നിന്നോടൊപ്പം ഡാൻസ് കളിക്കാൻ മാത്രമേ നീ പറഞ്ഞുള്ളൂ, നീ എന്താ എന്നെ യഥാർത്ഥ ഭാര്യയാക്കാൻ നോക്കുകയാണോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ അവൾ ഒളിക്കാനായിട്ട് കയറിയ ആ ഒരു മുറിയുണ്ടല്ലോ, അതിനകത്ത് ആ പട്ടാളക്കാരന്റെ ഭാര്യ ആ ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിൽ തന്നെ മരിച്ചവിടെ കിടക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അയാൾ ആ ഒരു ശരീരം കൊണ്ടുവന്ന് ഈ ഒരു കട്ടിലിൽ കിടത്തി. അപ്പൊ ആ ഒരു മരത്തിനടിയിൽ കുഴിച്ചിട്ടതായിട്ട് അവൻ കള്ളം പറഞ്ഞതാണ്. അപ്പോഴാണ് വെളിയിൽ ആ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നറിയോ, അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മരിച്ചവര് ജീവനോടെ വരാൻ കാരണം അവരുടെ ആഗ്രഹം പൂർത്തിയാക്കാത്തവരാണ് ജീവനോടെ തിരിച്ചു വരുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യ അവൾ ഗർഭിണിയാണ്, അവളുടെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചില്ല, അതുകൊണ്ട് ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി അവൾ ജീവനോടെ തിരിച്ചു വരും, അതിനു വേണ്ടിയിട്ടാണ് അവളുടെ ശരീരം ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്, എൻ്റെ ഭാര്യ നല്ലൊരു അമ്മയായിട്ട് തിരിച്ചു വരും എന്നെല്ലാം എന്തൊക്കെയോ ഭ്രാന്ത് കാര്യങ്ങൾ അവൻ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ അവളുടെ ഒരുപാട് ഫോട്ടോസും ഈ റൂമിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവൻ ഇതുപോലെ ചെയ്യാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവന്റെ ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് വയറിലെ കുട്ടിക്ക് അനക്കം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അവളും ജീവനോടെ തിരിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടിയും ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇവൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ ഭ്രാന്തം പറയുന്നത് കേട്ടിട്ടൊന്നും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള ആ ഒരു ജനാല തുറന്നിട്ട് അതുവഴി വീടിന് മുകളിലേക്ക് കയറി പതിയെ താഴേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ വെളിയിലേക്ക് വന്നിട്ട് കാര്യമില്ല, ആ ഒരു വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കീ അകത്താണുള്ളത്, മെയിൻ ഡോർ തുറന്നാലേ അകത്തേക്ക് കയറാൻ കഴിയത്തുള്ളൂ, എന്തായാലും കീ എടുത്തല്ലേ മതിയാവും. അതുകൊണ്ട് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ പെട്ടെന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നു. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ വീടിന് വെളിയിലായിട്ട് വലിയൊരു ഷെഡ് ഉണ്ട്, അതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പട്ടാളക്കാരൻ ടോർച്ചും കൊണ്ട് അകത്തേക്ക് വരികയാണ്, എന്നിട്ട് അവിടെയെല്ലാം അവളെ അടിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, ഈ ഷെഡിനുള്ളിലും ഇതിനു മുന്നേ മരിച്ചുപോയ ആളുകളുണ്ടല്ലോ അവരെല്ലാവരെയും ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുന്നു. ഇപ്പൊ ഇവരെല്ലാവരെയും ഇവിടെ ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുന്ന വേറെ ആരുമല്ല, ഈ സൈക്കോ ഇവൻ തന്നെയാണ്. ഇത് കണ്ട് ഹീറോയും പേടിച്ചിട്ട് വായിങ്ങനെ മൂടിയിരിക്കുന്നതും എന്താന്ന് വെച്ചാല് ഇവരെല്ലാവരും എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, അതിനു വേണ്ടിയിട്ട് ആദ്യം ബോഡിയിൽ അനക്കം വരും, പിന്നീട് ശ്വാസം എടുക്കും, അത് കഴിഞ്ഞ് പല്ല് കടിക്കാൻ തുടങ്ങും, കുറച്ചുകൂടി കഴിഞ്ഞാൽ വയലന്റ് ആവാൻ തുടങ്ങും. ഇങ്ങനെ പല രീതിയിലാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അവസാനം സംസാരിക്കാമെന്നും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ അവന്റെ ഭാര്യയെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അവന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഹീറോയിൻ അവിടെ തന്നെ ഇരിക്കുന്നതും ഈ സൈക്കോ എന്തായാലും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അവൾക്കറിയാം. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ഹീറോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഇനിയും നമുക്ക് അറിയത്തില്ല. അവൻ ഓടിപ്പോയെന്നാണല്ലോ ഇവൻ കള്ളം പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ,
അവളുടെ കയ്യിലുള്ള ആ ഒരു മോതിരം ഉണ്ടല്ലോ അതെടുത്ത് അവളുടെ മാലയിൽ കൊരുത്തിടും. എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഹേ ഡാർലിംഗ് എന്റെ മോതിരം കളഞ്ഞുപോയി, അത് കണ്ടുപിടിച്ച് തരാൻ പറയുമ്പോൾ ഇവള് പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ ഇവ സൈക്കോ ആയിട്ട് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവന്റെ ഭാര്യയെ പോലെ തന്നെ ബിഹേവ് ചെയ്തു കഴിഞ്ഞാല് അവന്റെ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാല് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. ഇതാണ് അവളുടെ പ്ലാൻ. എന്നിട്ട് അവളെയും വിളിച്ചിട്ട് പതിയെ വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ അവന്റെ നെറ്റിയിൽ ആ ഒരു മുറിവ് കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, മുറിവിന് ഞാൻ മരുന്ന് വെച്ച് തരാം എന്നെല്ലാം പറയുമ്പോൾ അവൻ പെട്ടെന്ന് നീ തന്നെയാണോ ഇത് പറയുന്നത് എന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്, പക്ഷെ എല്ലാം താമസിച്ചു പോയി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ മോതിരം ഇടാൻ വേണ്ടിയിട്ട്, പക്ഷെ നീ ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാനായിട്ട് വരുന്നതും ഹീറോയിന്റെ കയ്യിൽ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു. അതെടുത്ത് കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ അവന് കുത്തുകൊള്ളുന്നതും പെട്ടെന്ന് താഴേക്ക് വീണ് രക്തം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു കീയും എടുത്ത് ഹീറോയിൻ ഓടി വന്നിട്ട് ഈ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ദേ മുന്നിൽ അവന്റെ ഭാര്യ, പ്രഗ്നന്റ് ആയിട്ടുള്ള അവന്റെ ഭാര്യ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണല്ലോ അവൻ ആഗ്രഹിച്ചത്, പക്ഷെ അവൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. അങ്ങനെ വണ്ടി എങ്ങനെയും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആ ഒരു കാര്യം ആലോചിച്ച് നോക്കാണ്. അവളുടെ ഭർത്താവിനോട് അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ ഒരു ജോലിക്ക് പോകണ്ടെന്ന്. പക്ഷേ ഈ പട്ടാളക്കാർക്ക് വേണ്ടി ആ ഒരു കോൺട്രാക്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇവനായിട്ട് തന്നെ പോവായിരുന്നു. ഇപ്പോൾ ഹീറോയിനും അവനോടൊപ്പം പോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് അവൻ തയ്യാറല്ല. അതുപോലെ എയർപോർട്ട് വരെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് പോലും അവൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്കിപ്പോൾ കാണിച്ചു തന്നിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. അതുപോലെ അവളുടെ വിവാഹമോതിരം അവളുടെ കയ്യിലെടുത്തിട്ട് ഇപ്പോൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒരു കോടാലി എടുത്ത്, വണ്ടിയാണെങ്കിൽ ഒരുപാട് ദൂരം ഓടിയിട്ട് ഇനി പോകത്തില്ല, കാരണം അതിന്റെ പെട്രോളെല്ലാം തീർന്നു. അതുകൊണ്ട് തന്നെ അവൾ കോടാലിയും കൊണ്ട് നടക്കാൻ തുടങ്ങാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പോകുന്ന വഴിക്കെല്ലാം ആക്സിഡന്റ് എല്ലാം സംഭവിച്ചു കിടക്കാണല്ലോ. ഒരുത്തൻ പെട്ടെന്ന് പുറകിലൂടെ എഴുന്നേറ്റ് വരുന്നു. ഇവരെല്ലാവരും സത്യത്തിൽ സോംബികളായിട്ടാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ജീവൻ വെച്ചിട്ട് തിരിച്ചു വരുന്നത്. സാധാരണ സോംബികൾ എങ്ങനെയാണ് നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം പതിയായിരിക്കും നടക്കുന്നത്. പക്ഷെ ഇതാണെങ്കിലോ നല്ല വേഗതയിൽ അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. പേടിച്ച് പുറകിലേക്ക് പോകുമ്പോൾ കാല് തെറ്റി താഴേക്ക് വീണിട്ട് ആ ഒരു കോടാലി അവളുടെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ ഹീറോയിൻ ഓടിയിട്ട് അടുത്തുള്ളൊരു ബസ്സിനകത്തേക്ക് കയറും. ആ സോംബിയും പുറകെ തന്നെയുണ്ട്. അതിനകത്താണെങ്കിലോ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നു. അതിനുള്ളിലൂടെ മറ്റൊരു വശത്തേക്ക് വന്നിട്ട് കയ്യിൽ എന്തോ ഒരു കമ്പി കിട്ടും. അതെടുത്ത് ഈ സോംബിയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി ആടി കൊള്ളുമ്പോഴത്തേക്കും അത് കുറച്ചു നേരം അനങ്ങാതെ കിടക്കും. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് അവളെ കടിക്കാനായിട്ട് വരുമ്പോൾ അവൾ ഇത്തവണ ഒരു 2-3 തവണ നല്ല സ്ട്രോങ് ആയിട്ട് തലയ്ക്ക് അടിച്ചു കൊടുക്കുന്നതും ആ സോംബി ചത്തു. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു കോടാലി എടുത്ത് പിന്നെ നടക്കാണ്. കുറേ ദൂരം നടന്നു പോകുമ്പോഴത്തേക്ക് രാത്രിയാവാറായി. എവിടെ ഇങ്ങനെ താമസിച്ചേ മതിയാവും. ഇപ്പൊ ഒരു RV ഉണ്ടല്ലോ അത് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു RVയിലേക്ക് കയറിയിട്ട് അതിനകത്ത് മരിച്ചു കിടക്കുന്ന ആ ഒരു കുടുംബത്തിന്റെ ശരീരം എല്ലാം പുറത്തേക്ക് കൊണ്ടിട്ട് അന്ന് രാത്രി അവൾ അതിൽ തന്നെ കഴിയാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അതുമല്ല അപ്പൊ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം മരുന്ന് വെച്ച് രാത്രി അവൾ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് ഈ വാനിന്റെ വെളിയിൽ മരിച്ചു കിടക്കുന്നവരിൽ ഒരാള് പെട്ടെന്ന് കണ്ണുറക്കുന്നു. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ പതിയെ ആ കോടാലി എടുത്ത് വാനും തുറന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു മനുഷ്യൻ ഒരു ഷവൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു കുഴിയെടുക്കാണ്. ഈ സോംബിയെ പോലെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നല്ല, സാധാരണ രീതിയിൽ കുഴിയെടുക്കുന്നു. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ഹീറോയിനും മനസ്സിലായി. ഹീറോയിനും ഇപ്പൊ കൂടെ വന്നിട്ട് അവിടെ വലിയൊരു കുഴിയെടുത്ത് ഇപ്പൊ അവന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരുടെ ശരീരം അവിടെ കുഴിച്ചു മൂടാനായിട്ട് സഹായിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ അയാളെ സഹായിച്ച് കഴിയുന്നതും ഇപ്പൊ അയാളും അതേ കുഴിയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ അയാളുടെ തലയിലും അടിച്ച് അയാളെയും കൊന്ന് ഈ കുഴിയിൽ കുഴിച്ചു മൂടാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കിയ ഹീറോയിൻ ആ ഒരു കോടാലി കൊണ്ടുവന്ന് തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് അയാളെയും അവിടെ കുഴിച്ചിടുന്നു. അതും അയാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഹീറോയിൻ വീണ്ടും അവളുടെ യാത്ര തുടങ്ങി. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത അവസാനം അവൾ ആ ഒരു ദ്വീപിനുള്ളിലെ റിസോർട്ടിലേക്ക് എത്തി. ഇപ്പൊ അവിടേക്ക് നടന്ന് കയറുമ്പോഴത്തേക്കും ആ റിസോർട്ടിലെ എംപ്ലോയി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. ആ ലേഡി ആണെങ്കിലോ ഒരു കണ്ണാടിക്കപ്പുറം ഈ സോംബിയായിട്ട് മാറി നിൽക്കാണ്. അങ്ങനെ അവരെയും കണ്ടിട്ട് അത് കഴിഞ്ഞ ആ ഒരു കോടാലിയും കൊണ്ട് ആ റിസോർട്ടിനുള്ളിലെ ഓരോ റൂമായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു റൂമിൽ മാത്രം ഡിസ്റ്റർബ് ചെയ്തെന്നും പറഞ്ഞിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതും തുറന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്താണ് അവന്റെ ഭാര്യ ഉള്ളത്. അവന് മരിച്ചു കിടക്കാണ്. അപ്പൊ അവന്റെ മുന്നിലേക്ക് വന്നിരുന്ന ആ ഒരു ശവത്തിനോട് സംസാരിക്കുന്നു. നിന്നെ കാണണമെന്ന് വിചാരിച്ചാണ് ഇവിടേക്ക് വന്നത്, എന്തായാലും കണ്ടു. നിന്നോടൊപ്പം വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. പക്ഷേ നിനക്ക് വേണ്ടി എത്ര ദൂരം സഞ്ചരിച്ചാണെന്നറിയോ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് അവന്റെ ആ ഒരു കൈ പിടിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ അതെല്ലാം അവൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇവനിവിടെ ഒറ്റയ്ക്കാണല്ലോ ജോലിക്ക് വന്നെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ആ റൂമിൽ 2 ഗ്ലാസ് ഇരിക്കുന്നു. അതിലൊരു വൈൻ ഗ്ലാസ്സിലാണെങ്കിൽ ലിപ്സ്റ്റിക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവൻ എന്തായാലും അവളെ ചതിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു റൂം പരിശോധിക്കുമ്പോൾ അവിടെ മറ്റൊരു ID കാർഡ് കിടക്കുന്നു. അപ്പൊ ഈ പെണ്ണുമായിട്ടാണ് അവൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവന്റെ റൂമിൽ നിന്നും ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അടുത്തൊരു റൂം, അവിടെയാണ് ആ ഒരു പെണ്ണുള്ളത്.
ഇപ്പൊ അവിടെ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിൽ ആ ഒരു വിവാഹ മോതിരമുണ്ടല്ലോ അതവിടെ ഊരി വെച്ചേക്കുന്നു. അപ്പൊ ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം, അവൾ ഇത്രയും കഷ്ടപ്പെട്ട് അവളുടെ ഭർത്താവ് മരിച്ചെന്നറിഞ്ഞിട്ട് പോലും ഇത്രയും ദൂരം വന്നിട്ടും മരിക്കാതിരുന്ന സമയത്ത് അവനാണെങ്കിലോ അവളെ ചതിക്കുകയും കൂടി ചെയ്യുമായിരുന്നു. ഇപ്പൊ ആരാണ് ഇവിടെ ശരിക്കും മണ്ടിയായത്? അങ്ങനെ ഇതുകൂടി മനസ്സിലാക്കുന്നത് ഹീറോയിൻ നേരെ അവന്റെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് അവളുടെ ദേഷ്യം എല്ലാം അവനോട് പറഞ്ഞിങ്ങനെ തീർക്കാണ്. എന്നിട്ട് എഴുന്നേക്ക് എഴുന്നേക്കെന്നെല്ലാം പറഞ്ഞ് അവൾ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ആ റൂമിലേക്ക് വേറെ ആരോ നടന്നു വരുന്നു. ആരാണെന്ന് കാണിക്കുമ്പോൾ അത് നമ്മുടെ ഹീറോ ആണ്. ഓടിപ്പോയെന്ന് പറഞ്ഞവൻ പെട്ടെന്ന് ദേ ഇവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ അവനും കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കടൽ കരയിലേക്ക് വന്നിരുന്ന് അവളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ കുട്ടിയെ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു. അതിനൊരു ലാബിലേക്ക് ഇവർ പോയപ്പോഴത്തേക്കും അതിന് പോലും അവളുടെ ഭർത്താവ് സമ്മതിച്ചില്ല. കുറച്ചുകൂടി സമയമാവട്ടെ എന്ന് പറഞ്ഞ് അവൻ വെയിറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കായത്. അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് വേറെ ആരായിട്ടോ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതും അവളുടെ ഭർത്താവിനോട് അവൾ പറഞ്ഞിട്ട് ഓക്കെ അതൊക്കെ നമുക്ക് വിടാം, നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്നും അവൾ പറയുന്നുണ്ടെങ്കിലും അവളുടെ ഭർത്താവിന് അതിനോട് വലിയ താല്പര്യമില്ലാതെയാണ് അവിടെ നിന്ന് ഈ ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നത്. ഇപ്പൊ ഇവിടേക്ക് ഹീറോയിൻ വരാൻ കാരണവും ഇവിടെ വന്നിട്ട് അവൻ ജീവനോടുണ്ടെങ്കിൽ അവനോട് സംസാരിച്ച് ഒരു വിധത്തില് പഴയതുപോലെ തന്നെ ജീവിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താ അവസ്ഥ അത് നമ്മൾ എന്തായാലും കണ്ടു. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ അവൻ മദ്യം എടുത്ത് ഹീറോയിന് കുടിക്കാണ്ട് കൊടുക്കാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ കഥ അവൻ പറയുന്നു. അവന് ഹന്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും ഈ കുഞ്ഞു വന്നതിന് ശേഷം അവന്റെ ഭാര്യയ്ക്ക് എന്തോ അവനോട് വലിയ താല്പര്യമില്ലാതെ അവനിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പൊ എന്തായാലും അവന്റെ കുടുംബം മരിച്ചിട്ടില്ല. അവന്റെ മകൾക്കും ഭാര്യയ്ക്കും അവനോട് ഇഷ്ടം തോന്നാൻ വേണ്ടി ഇതുപോലെ ഒരു വാലണ്ടിയർ ആയിട്ട് ഇവിടെ ജോലിക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അങ്ങനെയെങ്കിലും അവർക്ക് അവനോട് എന്തെങ്കിലും ഇഷ്ടം തോന്നുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരുടെ കഥ പറഞ്ഞു തീരുന്നതും ഇപ്പൊ രണ്ടുപേർക്കും വേറെ ജോലികളോ കുടുംബോ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവാണെന്ന് തോന്നുന്നു. രണ്ടുപേരും ഇപ്പൊ ആ ഒരു റിസോർട്ടിൽ നല്ല ജോളിയായിട്ട് ഒരുമിച്ച് കുളിക്കുന്നത്, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത്, മദ്യപിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ ഒരു ശരീരം ഒരു സോംബിയായിട്ട് മാറി എഴുന്നേറ്റ് വരുന്നതും ഇത് കണ്ട ഹീറോയിന് നല്ല ദേഷ്യമുണ്ട്. കയ്യിൽ കിട്ടുന്ന എന്താണോ അതെടുത്ത് അതിന്റെ തലയിലേക്ക് അടിച്ച് അതിനെ അങ്ങ് കൊല്ലുകയാണ്. എന്താ അവളുടെ ഭർത്താവിനെ മനസ്സിൽ വിചാരിച്ച് അടിക്കുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അടുത്തൊരു വലിയ ചിത്രമുണ്ട്, ഒരു പെയിന്റിംഗ് ആണെന്ന് തോന്നുന്നു. അതിലെ കടലിലെ ഒരു ബോട്ടിൽ എന്തോ തീ പിടിക്കുന്നത് പോലെയാണ് അത് വരച്ചിട്ടുള്ളത്. അത് കാണുമ്പോഴത്തേക്കും ഓക്കെ ഇതുപോലെ തന്റെ ഭർത്താവിന് അവസാനമായിട്ട് ആ ഒരു ചടങ്ങ് ചെയ്താൽ എന്താ എന്നും പറഞ്ഞ് ഇപ്പൊ തന്റെ ഭർത്താവിന്റെ ശരീരം ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ച് മോതിരം ഊരി വെച്ചിട്ട് അവന്റെ ശരീരം അതുപോലെ കത്തിക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് അവളുടെ ഭർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഹീറോയ്ക്കാണെങ്കിലോ അത് കണ്ടിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്ന് ആ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് തന്നെ ഛർദ്ദിക്കുന്നു. ഹീറോയിൻ ആണെങ്കിലോ ഇത് കണ്ടിട്ട് ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പൊ അവൻ സോറി പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ബോട്ടിലേക്ക് അവളുടെ ഭർത്താവിന്റെ ശരീരം കയറ്റി തീയും കത്തിച്ചിട്ട് അതൊഴുക്കി അങ്ങ് വിടുന്നതും ആ ഒരു ചടങ്ങ് എന്തായാലും അവൾ നല്ലതുപോലെ ചെയ്തു. കാരണം അവളെങ്കിലും അവളുടെ ഭർത്താവിനെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് മറ്റൊരു വണ്ടി എടുത്ത് ഇവരെത്ര ദൂരം കഴിഞ്ഞാണോ ഇങ്ങോട്ട് വന്നത് അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും തിരിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ ഒരു പട്ടാളക്കാരൻ സൈക്കോ ഉണ്ടല്ലോ അവന്റെ ആ ഒരു വീടും സ്ഥലം കഴിയുമ്പോൾ ഹീറോയിന് ഒരു വല്ലാതെ തോന്നുന്നുണ്ട്. കാരണം അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ റോഡിൽ ആ പട്ടാളക്കാരന്റെ ഭാര്യ, പ്രഗ്നന്റ് ആയിട്ടുള്ള ഭാര്യ അങ്ങനെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, അവരെ നേരത്തെ കാണുമ്പോഴത്തേക്ക് അവർ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവരുടെ വയറിനുള്ളിൽ കുഞ്ഞില്ല. അപ്പൊ കുഞ്ഞിനെ എവിടെയോ പ്രസവിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അവരാണെങ്കിലോ കുറച്ചു നേരം അങ്ങനെ നോക്കി എന്നിട്ട് വേറെ എങ്ങോട്ടും നടന്നു പോകുന്നതും ഹീറോയിൻ ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ ചുറ്റിനും നോക്കാണ്. പക്ഷെ കുഞ്ഞെവിടെയാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് ഈ കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് ഒന്നും ആലോചിക്കത്തില്ല ഹീറോയിൻ നേരെ അവിടേക്ക് ഓടും. പുറകെ തന്നെ ഹീറോയുണ്ട്. അങ്ങനെ കരച്ചിലേക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ കുഞ്ഞ് ജീവനോടെ ഉണ്ട്. അത് ഇപ്പോൾ ജനിച്ച ആ ഒരു കുഞ്ഞിനെ പോലെ. അതുമല്ല ആ കുഞ്ഞിന്റെ ശരീരമാണെങ്കിലോ അതുപോലെ ഈ കുഞ്ഞിന് ഒരിക്കലും ഈ ഒരു വൈറസ് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞു കുഴപ്പമില്ല. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ എടുത്ത് ഹീറോയിൻ ഇനി എന്തായാലും വളർത്താൻ പോവാണ്. കാരണം ഹീറോയിൻ ഒരു കുഞ്ഞില്ലായിരുന്നാണല്ലോ വിഷമം. അതുകൊണ്ട് എന്തായാലും അവൾക്കൊരു കുഞ്ഞിനെ കിട്ടി. ഹീറോയ്ക്കാണെങ്കിലോ നല്ലൊരു കുടുംബത്തെയും കിട്ടി. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.